നല്ലൊരു കാറ്റ് വന്നാ നല്ലൊരു കാറ്റ് വന്നാ കറണ്ട് പോവില്ലേ? എന്തേ? എറണാകുളം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത ഭവനം സുരക്ഷിത വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പരിപാടി കിറ്റി ഷോ നടത്തി. എറണാകുളം ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ടെസി വർഗീസ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈയിടെയായിട്ട് ധാരാളം അപകടങ്ങൾ സ്കൂൾ കോമ്പൗണ്ടുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, കുട്ടികളിലേക്ക് ഈ അവയർനെസ്, വൈദ്യുതി സുരക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളിൽ കൂടുതലായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ഭാവിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും, പിന്നെ വളരെ ചെറുപ്പത്തിൽ കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ അത് ഗുണം ചെയ്യുന്നതും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പൊ ഇതിന് വേറൊരു ഇൻസിഡന്റ് കൂടെ ഉണ്ട്. നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് പാലക്കാട് കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായി. 3 കുട്ടികൾ, ഒരാൾ ബസ് സ്റ്റോപ്പിൽ ബസ് നോക്കിയിരിക്കുന്നു, മറ്റ് 2 കൂട്ടുകാരന്മാര് കുപ്പി തട്ടി കളിച്ച് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ബസ് നോക്കിയിരിക്കുന്നു, സ്കൂൾ ബസ്. ആ സമയത്ത് ഒരാളുടെ കുപ്പി തെറിച്ച് ഒരു പറമ്പിലേക്ക് വീണു. അപ്പൊ ആ കുട്ടി അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ അവന്റെ കൈ പിടിച്ചത് ഒരു വൈദ്യുതി തൂണിലായിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റില്ലേ, ആ പോസ്റ്റിന്റെ നടുക്ക് ഫ്യൂസ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ഫ്യൂസ് യൂണിറ്റുള്ള തൂണിലായിരുന്നു അവൻ പിടിച്ചിരുന്നത്. അവൻ പിടിച്ചതും ആ ഫ്യൂസ് യൂണിറ്റിന്റെ ഫ്യൂസ് കാരിയറിനിടയിൽ അവന്റെ കൈ പെട്ടുപോയിട്ട് അവൻ ഊരി എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവന് ശക്തമായിട്ട് ഷോക്ക് ഏറ്റ് അവൻ ആ പോസ്റ്റിൽ തൂങ്ങിക്കിടന്നു. അത് കണ്ട് കുപ്പി തട്ടിക്കൊണ്ട് വന്ന മറ്റു കൂട്ടുകാരൻ ഓടിച്ചെന്ന് അവന്റെ കാലിൽ പിടിച്ചു വലിച്ചപ്പോ അവനും ഷോക്ക് കിട്ടി. അത് കണ്ടു നിന്ന വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് 5ാം ക്ലാസ്സുകാരനായ ഒരു പയ്യൻ, മുഹമ്മദ് സിദാൻ എന്നാണ് അവന്റെ പേര്, അവൻ ഓടിച്ചെന്ന് ഈ ഒരു ഉണക്ക കമ്പെടുത്ത് തട്ടി 2 പേരെയും സപ്ലൈയിൽ നിന്ന് വേർപെടുത്തി 2 കൂട്ടുകാരന്മാരെ രക്ഷിച്ചു. അപ്പൊ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അറിയുകയും നമ്മൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി അവന് സമ്മാനം കൊടുക്കുകയും അനുമോദിക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ നമ്മൾ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ ഇത് എങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇതെന്റെ വീട്ടില് എന്റെ പേരൻസ് ഒരു ദിവസം ഷോക്ക് അടിച്ചപ്പോ ഈ ഉണക്ക കമ്പ് കൊണ്ട് തട്ടി മാറ്റുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണ് എനിക്കിത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ ഒരു ഉണക്ക കമ്പ് എടുത്ത് ആ കുട്ടിയെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അതായത് വളരെ ചെറുപ്പത്തിൽ അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് മൂലം അവന്റെ 2 കൂട്ടുകാരെ രക്ഷിക്കാൻ സാധിച്ചു. കൂത്താട്ടുകുളം ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PS ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. അയൺ ബോക്സ് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ അയൺ ചെയ്യണം? അപ്പോഴൊക്കെ കുത്തി നമ്മളിങ്ങനെ അയൺ ചെയ്യും. അപ്പൊ നമ്മൾ ചെരുപ്പിടാറുണ്ട്. അയൺ ബോക്സിന് ഷോക്ക് അടിക്കാൻ പാടില്ല. ഷോക്ക് അടിച്ചാൽ ഭീകരമായ ഷോക്കാണ്. കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഷോക്ക് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്ട് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മാറ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ ചെരുപ്പിട്ട് നിന്നാൽ മാത്രമേ അയൺ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ കാരണവന്മാരോടോ അച്ഛനോ അമ്മയോടോ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഷോക്ക് അടിച്ചു നിൽക്കട്ടെ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തും ആളെ? എങ്ങനെ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കറണ്ട് ഓഫ് ചെയ്യാനാണ് നോക്കണ്ടേ. നമ്മുടെ വീട്ടിൽ മെയിൻ സ്വിച്ചോ സ്വിച്ചോ എന്തെങ്കിലും ഓഫ് ചെയ്യാൻ നോക്കാം. അത് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഉണങ്ങിയ മരക്കുമ്പോ പടിയപ്പോ പടി നമ്മുടെ അടുത്തുകൊണ്ട് നോക്കിയിട്ടല്ലോ നമുക്ക് ഷോക്ക് അടിക്കാൻ നോക്കണത്. അപ്പൊ അത് ഓടി നോക്കി എടുത്ത് വരാനുള്ള താമസം വരും. അതിനാണ് എത്രയും പെട്ടെന്ന് കറണ്ട് ഓഫ് ചെയ്യാൻ നോക്കണം. അപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാൻ പോലെ മെയിൻ സ്വിച്ച് കടിക്കുന്നുള്ളത്, അത് ഓഫ് ചെയ്യണം ഫസ്റ്റ്. കേരള കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങളിൽ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രശസ്ത മജീഷ്യൻ കലാകാരനുമായ വിനോദ് നരനാട് വിദ്യാർത്ഥികൾക്കായി കിറ്റി ഷോ അവതരിപ്പിച്ചു. നല്ല പേരല്ലേ? 9ാം ക്ലാസ്സിലായി. എത്ര കൊല്ലമായെന്നാ? എന്ത് ചോദ്യമല്ലേ? എടാ 1 മുതൽ 10 വരെ ഓരോ കൊല്ലം പഠിച്ചാ പോരെ? മണ്ട വേണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് വൈദ്യുതി നമുക്ക് ഒരുപാട് ഉപകാരം ഉള്ള സാധനമാണ് അല്ലേ? എന്തൊക്കെയാ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ടല്ലേ? ഇയാൾ പറയണ്ട. ലൈറ്റുകൾ അല്ലേ? ഇയാള് പറയണ്ട.
ലൈറ്റുകൾ, ഫാനുകൾ, അല്ലേ? പിന്നെ ഒരുപാട് അങ്ങനെ എന്നാ തീരൂല അല്ലേ? അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട് അല്ലേ? ഓക്കെ. അയൺ ബോക്സ് ഇല്ല. അമ്മയെ സഹായിക്കാറുണ്ടോ? അമ്മയെ സഹായിക്കാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഏത് ചെരുപ്പ് ഇടുന്നത്? അയൺ ചെയ്യുന്ന സമയത്ത് ചെരുപ്പിടാറുണ്ടോ അമ്മ? ഇടാറില്ല അല്ലേ? ഓക്കെ. ഒരുപാട് ആളുകൾ വളരെ ശുചിത്വമൊക്കെ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീടിനകത്ത് ചെരുപ്പിടാറില്ല അല്ലേ? സത്യല്ലേ? അയൺ ചെയ്യുക ചെരുപ്പിടാറുണ്ടോ ആളുകൾ? ഓക്കെ. നല്ല വില കൂടിയ ലെതർ ചെരുപ്പൊക്കെ മേടിച്ചിടുവാണോ അയൺ ചെയ്യുന്ന സമയത്ത്? ഏതായാലും പുറത്തു പോകാനായിട്ട് നല്ലൊരു ലെതർ ചെരുപ്പുണ്ട്, അത് തന്നെ ഇട്ടിട്ട് അയൺ ചെയ്യാന്ന് വിചാരിച്ചോ? ഏറ്റവും വില കുറവാ റബ്ബർ ചെരുപ്പ് മതി കേട്ടോ. അതിനുവേണ്ടി മാത്രം ആ അയൺ ചെയ്യുന്നതിന്റെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആ ചെരുപ്പിട്ട് നിൽക്കാം. അത് സേഫ്റ്റിയുടെ ഭാഗമാണ് അല്ലേ? ഓക്കെ. പിന്നെ അയൺ ബോക്സ് കുത്തുന്ന പിന്നുണ്ടല്ലോ, എത്ര പിന്നുണ്ട് അതിന്? ഉണ്ടോ? ചില സ്ഥലത്ത് ഈ 3 പിന്ന് വേണം കേട്ടോ. ചില സ്ഥലത്ത് ആ നടുക്കത്തെ വലിയ പിന്നില്ലേ, അത് ചിലപ്പോ ഊരി പോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ 2 പിന്ന് കുത്തിയാലും വർക്ക് ചെയ്യും അല്ലേ? അപ്പൊ പിന്നെ 2 പിന്ന് മതി അല്ലേ? അങ്ങനെ വിചാരിച്ചിട്ട് അയൺ ചെയ്യും അല്ലേ? പലരുടെയും കയ്യില് അങ്ങനെ ഉണ്ട് കേട്ടോ. കുരങ്ങുപാവയുടെ ഹാസ്യ ഇടപെടലുകളിലൂടെ വിനോദ് നരനാട് അവതരിപ്പിച്ച കിറ്റി ഷോ ഏറെ ശ്രദ്ധേയമായി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം ഗീതാദേവി സ്വാഗതവും അധ്യാപകൻ KN അജിത് നന്ദിയും പറഞ്ഞു. എറണാകുളം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ കിറ്റി ഷോ നടന്നുവരികയാണ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.